നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, ഷവോമി നമ്മളെപ്പോഴും നല്ലൊരു പ്രൈസിംഗ് തന്ന് ഞെട്ടിക്കുന്ന ഒരു ടീമാണല്ലോ. ഈ ഷവോമി എന്ന കമ്പനി തന്നെ അവരുടെ പല ഫോണുകളും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ അവരുടെ ഒരു പുതിയ സബ് ബ്രാൻഡ്, ഇപ്പോ ഓപ്പോയുടെ റിയൽമി വന്ന പോലെ തന്നെ നമ്മുടെ കിഡിലൻ ബ്രാൻഡായ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 സ്മാർട്ട് ഫോൺ കമ്പനിയായ ഷവോമിയുടെ നിന്ന് ഒരു ബ്രാൻഡ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഇറങ്ങിയിരിക്കുന്ന പോക്കോ F1 എന്നാണ് ഈ ഫോണിന് പേര് വന്നിരിക്കുന്നത്. പോക്കോ F1 എന്ന ഈ ഫോണിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ OnePlus 6 പോലും ആ പ്രൈസ് റേഞ്ചിൽ നമുക്ക് തരാനാവാത്തതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെൽ ഐക്കൺ. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഡിസ്പ്ലേ. ഈ ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.18 ഇഞ്ചാണ്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 18:9 ആസ്പെക്ട് റേഷ്യോയുടെ ഡിസ്പ്ലേസ് തന്നെയാണ് ഈ ഫോണിലും ഉള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു നോച്ച്, ഐഫോൺ 10ന്റെ ലൈക്ക് ഒരു നോച്ച് കൂടി നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ പ്രോസസറുമായി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കുറഞ്ഞ ബജറ്റിൽ സ്നാപ്ഡ്രാഗൺ 845 പ്രോസസർ വരുന്ന പോക്കോ F1 എന്ന ഈ ഫോണിൽ ലിക്വിഡ് കൂൾ ടെക്നോളജി എന്ന ഈ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലിക്വിഡ് കൂൾ ടെക്നോളജി എന്താണെന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഇപ്പൊ നമ്മുടെ പ്രോസസറിലാണ് നമ്മൾ കൂടുതൽ നേരം ഗെയിമിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസറിൽ ഓവർലോഡ് വരുമ്പോഴോ പ്രോസസറാണ് ഹീറ്റ് ആവാറുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നല്ലൊരു ചൂട് അനുഭവപ്പെടുകയും പ്രോസസറിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് ലോഡ് ഔട്ട് ആവുകയും നമ്മുടെ ഫോൺ സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ലിക്വിഡ് കൂൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസറിന്റെ മുകളിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു കോപ്പർ വയറിംഗ് പോലെ ഒരു സംഭവം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ബാറ്ററിന്റെ മുകളിലേക്ക്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസർ ഹീറ്റ് ആകുമ്പോഴൊക്കെ അത് നേരെ ഈ കോപ്പർ വയറോടെ കണ്ടക്ട് ചെയ്ത് ഫോണിന്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ചൂട് സ്പ്രെഡ് ആവുകയും വളരെ വേഗത്തിൽ തന്നെ അത് എക്സ്പ്രസ് ചെയ്ത് വെളിയിലോട്ട് പോകാൻ സാധിക്കുകയും നിങ്ങളുടെ CPU പെർഫോമൻസ് നിലനിൽക്കാനും ഈ ലിക്വിഡ് കൂൾ ടെക്നോളജിയിലൂടെ സാധിക്കും. OnePlus 6 പോലും തരാത്തൊരു ഫീച്ചറാണ് ഈ ലിക്വിഡ് കൂൾ ടെക്നോളജി. ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ബജറ്റിൽ ലഭിക്കാറുള്ള പോലെ തന്നെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ബാക്കിൽ അവൈലബിൾ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട് ഈ ക്യാമറ. 12+5 മെഗാ പിക്സലാണ് ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 20 മെഗാ പിക്സലിലെ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ റിയർ ക്യാമറയിൽ നിങ്ങൾക്ക് ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് കൂടി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓട്ടോ ഫോക്കസ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ബാറ്ററി വളരെയധികം കുറവാണ് ലഭിക്കാറുള്ളത് നമ്മുടെ പരാതിയാണ്. OnePlus 6 പോലും നമുക്ക് 3300 mAh ബാറ്ററി മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഫോണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ നമുക്ക് 4000 mAh ബാറ്ററി ലഭിക്കുകയും തന്നെ അതുകൂടെ തന്നെ നമുക്ക് ക്വിക്ക് ചാർജിംഗ് ക്വാൾകോം ക്വിക്ക് ചാർജ് 3.0 കൂടി ഇതിലൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് USB Type-C പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഇനി വരാൻ പോകുന്ന കുറെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓറിയോയിലാണ് ഇപ്പോൾ ഈ ഫോൺ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. MIUI 9 റൺ ചെയ്യുന്നത്. ഓറിയോ ഇതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ ആണ്. വളരെ വേഗത്തിൽ തന്നെ ആൻഡ്രോയിഡ് പൈ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനെ ആൻഡ്രോയിഡ് പൈ ലഭിക്കുമെന്നാണ് ഇവർ നമുക്ക് ഉറപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് അവൈലബിൾ ആണ്. നോർമലായിട്ട് ഡുവൽ ക്യാമറ സെറ്റപ്പിന്റെ അടിയിൽ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IR സെൻസർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമ്മളുമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇരുട്ടത്താണെങ്കിൽ പോലും നമ്മളുടെ ഫേസ് വളരെ വേഗത്തിൽ തന്നെ 0.3 സെക്കൻഡ്സിൽ എത്ര ഇരുട്ടാണെങ്കിൽ പോലും അൺലോക്ക് ആവുമെന്നാണ് പറയുന്നത്. ഡുവൽ 4G സപ്പോർട്ട് അവൈലബിൾ ആണ്. 4G+ എന്നൊരു പുതിയ ഫീച്ചർ അവർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡ്വിഡ്ത്തിൽ ചേഞ്ചസ് വരുന്നതിന് ശേഷം നിങ്ങൾക്ക് കോളിംഗും ഡേറ്റ കണക്ഷനും ഒരുപോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഈ 4G+ എന്ന ഫീച്ചർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 845 വഴി നിങ്ങൾക്ക് ഷവോമി അവൈലബിൾ ആക്കി തരുന്നത്. അതുപോലെ മെമ്മറിയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നമുക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് മെമ്മറി അവർ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനായിട്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് 6+64GB, രണ്ടാമത്തെ എന്ന് പറയുന്നത് 6+128GB, മൂന്നാമത്തെ എന്ന് പറയുന്നത് 8+256GB. ഓക്കെ, അപ്പൊ 6+64GB വില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 20,999 അല്ലെങ്കിൽ 21,000 രൂപയും 6+128GB വില 23,999 അല്ലെങ്കിൽ 24,000 രൂപയും അതുപോലെ തന്നെ 8+256GB വില 28,999 അല്ലെങ്കിൽ 29,000 രൂപയുമാണ്. അതല്ലാതെ ഈ നോർമൽ ആയിട്ടുള്ള കളേഴ്സ് അല്ലാതെ ആർമേഡ് ഒരു എസ്പെഷ്യലി ഒരു വേർഷൻ ഇറക്കിയിട്ട് ആർമേഡ് എന്ന പേരിൽ ആ ഫോണിന്റെ 8+256GB ഒരു വേരിയന്റ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. ആ ഫോണിന്റെ വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 29,999 അല്ലെങ്കിൽ 30,000 രൂപ. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് HDFC ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഫസ്റ്റ് സെയിൽസിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് താഴെ ആദ്യമായിട്ടാണ് ഒരു ഫോൺ സ്നാപ്ഡ്രാഗൺ 845 ലഭിക്കുന്നത്. വേൾഡിൽ തന്നെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ടു ഗെറ്റ് സ്നാപ്ഡ്രാഗൺ 845 പ്രോസസർ അണ്ടർ 20,000 rupees എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് വഴി എക്സ്ക്ലൂസീവ് പാർട്ണർ സെയിൽസ് നടത്താൻ പോകുന്നത് MI.com നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് സെയിൽസ് വരാൻ പോകുന്നത് 29th ഓഗസ്റ്റിനാണ്. സോ
സോ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ തീർച്ചയായും ആ ഫോണിൽ വാങ്ങാവുന്നതാണ്. വളരെ ബെസ്റ്റ് പിക്ക് എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. കുറച്ച് വീഡിയോ ലോങ് ആവാൻ സാധ്യതയുണ്ട്. ഇതുവരെ കണ്ടവർക്ക് തീർച്ചയായും നന്ദി. ലൈറ്റിംഗ് സെറ്റപ്പ് പോരാന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ ലൈറ്റിംഗ് ഇപ്പോഴെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോ ഇത്രയും ഞാൻ കഷ്ടപ്പെടുമ്പോൾ ഒരു സബ്സ്ക്രൈബർ എങ്കിലും കൂടില്ല എന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി പ്രസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ കമന്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ അടുത്ത വളരെ